So good evening to all. In today's class, we'll be discussing basically something related to regular singular points. Okay, regular singular points of our differential equation, which we have been discussing in the last class. Y double dash plus p of x, y dash plus p of x into y is equal to 0. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡിനറി പോയിൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. വി ഓൾസോ ഡിസ്കസ്ഡ് ദ സൊല്യൂഷൻ, ദ പവർ സീരീസ് സൊല്യൂഷൻ ദർ അല്ലേ. പവർ സീരീസ് സൊല്യൂഷൻ കണ്ടു. പിന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത കോൺസെപ്റ്റ് ആയിരുന്നു സിംഗുലർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. സിംഗുലർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പി എഫ് എക്സും ക്യു എഫ് എക്സ് എല്ലാം അനലിറ്റിക് അല്ലാത്ത points which is of interest for us in discussion of the solution of this differential equation അല്ലേ. സോ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു വണ്ണെന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സിംഗുലർ പോയിൻറ്റ്സ് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2x² y ഡബിൾ ഡാഷ് പ്ലസ് എക്സ് ഇൻറ്റു 2x plus 1 y dash minus y equal to 0. എന്നിട്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ നമ്മൾ സിംഗുലർ പോയിൻറ്റ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇതിന് നമുക്ക് y ഡബിൾ ഡാഷ് പ്ലസ് എക്സ് ഇൻറ്റു 2f(x) പ്ലസ് 1 ബൈ 2x² y ഡാഷ് മൈനസ് y ബൈ 2x² ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഒബിയസ്ലി ഇവിടെ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ശരിക്കൊരു റെഗുലർ സിംഗുലർ പോയിൻ്റ് ആണ്. കാരണം അല്ലെങ്കിൽ ഒരു സിംഗുലർ പോയിൻ്റ് ആണ്. കാരണം ഇതാണ് നമ്മളെ പി എഫ് എക്സ്, ഇതാണ് നമ്മളെ ക്യു എഫ് എക്സ്. അത് രണ്ടും ആ പർട്ടിക്കുലർ പോയിന്റിൽ അനലിറ്റിക് അല്ല, ഡിഫൈൻഡേ അല്ല. അപ്പം ദിറ്റ് ഇസ് നോട്ട് അനലിറ്റിക്. അപ്പം നമ്മൾ റെഗുലർ സിംഗുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ആയിരുന്നില്ല, എക്സ് ഇൻറ്റു ഇപ്പോൾ ഈ കേസ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ട നമുക്ക് ജനറലായിട്ട് പറയാം. ഇപ്പോൾ എക്സ് നോട്ട് ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് ആണെങ്കിൽ ഇപ്പോൾ വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യു ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യു ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0 ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ എപ്പോഴാണ് റെഗുലർ സിംഗുലർ പോയിന്റ് ആവുക? എക്സ് ഇൻറ്റു പി ഓഫ് എക്സും എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് അല്ല, സോറി, എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു പി ഓഫ് എക്സും അതുപോലെ എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യു ഓഫ് എക്സും രണ്ടും അനലിറ്റിക് ആയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ എക്സ് നോട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു റെഗുലർ സിംഗുലർ പോയിന്റ് ആണ്. ഇനി അങ്ങനെ അല്ലാത്ത സിംഗുലർ പോയിൻറ്റ്സ് നമ്മൾ ഇറഗുലർ സിംഗുലർ പോയിൻറ്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് പവർ സീരീസ് വെച്ച് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ സൊല്യൂഷൻസ് അസ്യൂം ചെയ്ത് എങ്ങനെയായിരുന്നു? ഒരു പവർ സീരീസ് ഫോമിലായിരുന്നു. അതായത് y ഈസ് ഈക്വൽ ടു സമേഷൻ n ഈക്വൽ 0 to infinity an x raised to n ഫോമിലായിരുന്നു സൊല്യൂഷൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ റെഗുലർ സിംഗുലർ പോയിൻറ്റ്സ് വരുന്ന കേസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, സൊല്യൂഷൻസ് ഏത് ഫോമിലാണ് ഉണ്ടാവുക? We have assumed the solutions to be of this form, as y is equal to some x power m into a naught plus a1x plus a2x square etc. ഈ ഫോമിലേക്ക് സൊല്യൂഷൻസ് ഉണ്ടാവും. ഇത് നമ്മൾ ഫ്രോബേനിയസ് സീരീസ് എന്ന് വിളിച്ചു അല്ലേ, ഫ്രോബേനിയസ് സീരീസ് എന്ന് വിളിച്ചു. പിന്നെ ഈ മോഡൽ സൊല്യൂഷൻ കാണുന്ന മെത്തേഡിനെ നമ്മൾ ഫ്രോബേനിയസ് മെത്തേഡ് എന്നും വിളിച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടി അല്ലേ. അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക്കലി ആ ഒരു സിറ്റുവേഷൻ നമുക്കൊന്ന് ഫോർമുലേറ്റ് ചെയ്യണം, ഒരു തിയറം പ്രൂവ് ചെയ്യാനുണ്ട്. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ടാവുക, സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ എത്ര എക്സിസ്റ്റ് ചെയ്യും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി ഫസ്റ്റ് നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുകയാണ്, വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യു ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0.
ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എന്താ പറയുക സൊല്യൂഷൻസ്. ഓക്കെ, അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് നിയർ ദ റെഗുലർ സിംഗുലർ പോയിന്റ് എക്സ് ഈക്വൽ ടു 0 എങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം ബേസിക്കലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫോം എന്ന് പറഞ്ഞാൽ, ആ സൊല്യൂഷൻസിൻ്റെ ഫോം പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു എക്സ് പവർ m ഇൻറ്റു a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്ര. ആ ഫോമിലായിരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, എന്നാൽ നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്ന് എഴുതാം, എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടെന്നുള്ള കാര്യം. സോ assume that x equal to 0 is a regular singular point of the differential equation y double dash plus p of x into y dash plus q of x into y is equal to 0, and that the power series expansions of x into p of x and x square into q of x are valid on an interval mod x less than r with r greater than 0, and let the indical equation have real roots m1 and m2 with m2 is less than equal to m1, with m2 less than equal to m1. Then our ഇതിന് നമ്മൾ ഇക്വേഷൻ 1 കൊടുക്കുകയാണെങ്കിൽ then equation 1 has at least one solution, ഒരു സൊല്യൂഷൻ എങ്കിലും ഉണ്ടാവും of the form y1 is equal to some x raised to m into summation m1 കൊടുക്കാം, m1 n equals 0 to infinity an x raised to n, where a0 not equal to 0, on the interval 0 less than x less than r. Okay, 0 less than x less than r, where ans are determined in terms of a0 by the recursive formula with m replaced by m1, with m replaced by m1. Okay, replaced by m1, and the series, ഇത് കുറച്ച് വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, and the series summation an x raised to n converges, അതിൻ്റെ ബാക്കിയാണ് ഇവിടെ ഞാൻ, it converges for mod x less than r. Further, if m1 minus m2 is not 0 or a positive integer, then our equation 1, our differential equation, it has a second independent solution. 1 minute. It has a second independent solution, y2 is equal to x raised to m2 summation n equals 0 to infinity an x raised to n, where a0 is not equal to 0. അത് കഴിഞ്ഞതിലും a0 not equal to 0 ആണ് കേട്ടോ, അത്
എ നോട്ട് ഈസ് നോട്ട് ഈക്വൽ ടു 0. കാരണം എ നോട്ട് 0 ആയി കഴിയുമ്പോൾ നമുക്ക് y ഈക്വൽ ടു 0 സൊല്യൂഷനെ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഇൻട്രസ്റ്റ് 0 സൊല്യൂഷൻ കിട്ടാനില്ലല്ലോ. സോ കാരണം എ നോട്ട് 0 ആകുമ്പോൾ നമ്മൾ സാറിന് കഴിഞ്ഞ ക്ലാസ് ചെയ്ത് വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ ടേംസും എ നോട്ടിൻ്റെ ടേംസിൽ എഴുതി കഴിയുമ്പോൾ അത് 0 ആയി പോകും കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അത് പറ്റില്ല. സോ ഹിയർ സ്റ്റേറ്റ്മെൻറ്റിൽ ബാക്കി ഇതാണ്. ഓൺ ദ സെയിം ഇൻട്രവൽ, ഓക്കെ, ഓൺ ദ സെയിം ഇൻട്രവൽ where in this case the ANs are determined in terms of A0 with M replaced by M2, and again series summation an x raised to n converges for mod x less than r. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരുപാട് പോർഷൻസ് എല്ലാം കൂടി നമ്മൾ തിയററ്റിക്കലായിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ പ്രൂഫ് ആവും. അത്രയേ ഉള്ളൂ. ഈ പ്രൂഫിൽ അത്രേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെയും കൺവേർജൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം കൺവേർജൻസ് ഈ പ്രൂഫിലും അപ്പൻഡിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചൊരു വർക്കിംഗ് ടൈം എടുക്കുന്നതിനെ കൊണ്ട് അത് ഡിസ്കസ് ചെയ്യുന്നില്ല. അത് കൺവേർജ് ചെയ്യും എന്തായാലും എന്നാണ് ഈ റിസൾട്ട് പറയുന്നത്. ഓക്കെ, സോ ഇതേപോലെ നമ്മളൊരു റിസൾട്ട് നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പവർ സീരീസിൻ്റെ കേസിൽ നമ്മൾ റിസൾട്ട് നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ സൊല്യൂഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അതേപോലെ തന്നെയാണ് ഈ റിസൾട്ടും നമ്മൾ ചെയ്യാം. അപ്പം പ്രൂഫ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ പ്രൂഫും കുറച്ചൊരു ലെങ്തിയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത് ഞാൻ ഒന്ന് പറയാം. അതായത് നമ്മുടെ അടുത്തൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇതിനൊരു റെഗുലർ സിംഗുലർ പോയിന്റ് ആണ് എക്സ് ഈക്വൽ ടു 0 സപ്പോസ്. ഓക്കെ, അത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു പി ഓഫ് എക്സും എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എല്ലാം എന്തായിരിക്കും, അനലിറ്റിക് ആയിരിക്കും ഇൻ സം റീജിയൻ. അപ്പം ആ റീജിയൻ നമ്മൾ മോഡ് എക്സ് ലെസ് ദാൻ ആറിന് എടുത്തു, വേർ ആർ ഗ്രേറ്റർ ദാൻ 0. അതായത് ഈ രണ്ട് ഫംഗ്ഷൻസും അനലിറ്റിക് ആണെങ്കിൽ ഇതിന് പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. ആ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന റീജിയൻ ആണത്. ഓക്കെ, മോഡ് എക്സ് ലെസ് ദാൻ ആർ, വേർ ആർ ഇസ് ഗ്രേറ്റർ ദാൻ 0. അത്ര നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇന്നലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മളൊരു ഇൻഡിക്കൽ ഇക്വേഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ നമുക്കൊരു M1 M2 കിട്ടി. അത് നമ്മൾ അസ്യൂം ചെയ്യുന്ന സൊല്യൂഷൻ, നമ്മൾ അസ്യൂം ചെയ്യുന്ന സൊല്യൂഷൻ എങ്ങനെയാണ്, നമ്മൾ y എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന സം എക്സ് റേസ് ടു എം ഇൻറ്റു സമ്മേഷൻ എ എൻ എക്സ് റേസ് ടു എൻ ഫോമിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പം ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് എമ്മിന്. അതുപോലെ എ നോട്ടിൻ്റെ വാല്യൂ നമ്മൾ നോൺ സീറോ അസ്യൂം ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സൊല്യൂഷൻ കിട്ടുകയാണ്. അപ്പം ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതാ പറയുന്നത്, ഇങ്ങനൊരു റെഗുലർ സിംഗുലർ പോയിന്റ് ഉണ്ട് നിങ്ങൾക്ക് ഫോർ ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ റെഗുലർ സിംഗുലർ പോയിന്റ് ആണ് ഒബ്വിയസ്ലി. അങ്ങനെ ആകുമ്പം ഇത് രണ്ടും അനലിറ്റിക് ആണ്, ഈ റീജിയനിൽ കൺവേർജ് ചെയ്യും. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ട് എങ്കിൽ ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടാകും. എവിടെ ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടാവും ഇൻ ദ റീജിയൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ആർ. ഓക്കെ, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ആറിൽ, അതായത് നിങ്ങൾ ഫുൾ റീജിയൻ എടുക്കുകയാണെങ്കിൽ 0 ടു ആറിൽ നിങ്ങൾക്ക് നിങ്ങളെ ഈ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ദിസ് പവർ സീരീസ് എക്സ്പാൻഷൻ വിൽ കൺവേർജ് എന്ന് വേണം പറയാം. ഓക്കെ, ആൻഡ് വെയർ എ നോട്ട്സ് വിൽ സി ഹൗ ടു ഫൈൻഡ് എ എൻ. എ എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിലും ജനറൽ ആയിട്ട് പറയുന്നുണ്ട് ഹൗ വി ക്യാൻ ഫൈൻഡ് ദ എ എൻ. അതുപോലെ വേറെ കാര്യം എന്താ പറയുന്നത് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന രണ്ട് റൂട്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ രണ്ട് റൂട്ട്സ് എന്താ പറയുന്നത് വെച്ചാൽ, രണ്ട് റൂട്ട്സ് അഥവാ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് M1 മൈനസ് M2 ഇസ് നോട്ട് 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ, അതായത് M1 നോട്ട് ഈക്വൽ ടു M2 ആവുന്ന കേസ് ആണെങ്കിൽ നമ്മളെന്താ പറയുന്നത് വെച്ചാൽ, ആ കേസിൽ സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ സൊല്യൂഷൻ, ഇപ്പോൾ ഇത് നമ്മൾ y1 ആക്കി എടുക്കും. അതുപോലെ ഒരു y2 എന്ന് പറഞ്ഞ വേറൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും, എക്സ് റേസ് ടു M2 സമ്മേഷൻ എ എൻ എക്സ് റേസ് ടു എൻ ഇവർ എ നോട്ട് നോട്ട് ഈക്വൽ ടു 0. ഇതും കൺവേർജ് ചെയ്യും ഇതേപോലെ തന്നെ
അത് ഈ സൊല്യൂഷൻ നമ്മൾ ഈ സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്? 0 x r ഈ റീജിയനിലാണ് ഈ സൊല്യൂഷൻ്റെ എക്സിസ്റ്റൻസ് പറയുന്നത്. ആൻഡ് ദിസ് സീരീസ് കൺവേർജസ് ഇൻ mod x r. ഓക്കെ, അതും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ x = 0 റെഗുലർ സിംഗിൾ പോയിന്റ് ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെയാണ് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ഈ തിയറത്തിൽ. ഓക്കെ, അതാണ് ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സോ ലെറ്റ് us see the proof of this particular തിയറം. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്കലി ഡിസ്കഷൻ ചെയ്യുന്ന സൊല്യൂഷൻ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്ന x > 0ൻ്റെ കേസ് മാത്രമാണ്. അതായത് ആ ഇൻ്റർവെൽ 0 to ∞ എന്ന ഇൻ്റർവെല്ലാണ് നമ്മൾ ഈ ഡിസ്കഷൻ ചെയ്യുന്നത്. സെയിം തിങ് നമുക്ക് x < 0ൻ്റെ കേസിലും ചെയ്യാൻ പറ്റും. which is like something like വേരിയബിൾ ചേഞ്ച് ചെയ്യുക. എക്സിന് ടി എന്ന് പറഞ്ഞ പുതിയ വേരിയബിൾ എടുക്കുക, അതിന് -x എടുക്കുക, എന്നിട്ട് t > 0 സോൾവ് ചെയ്യുക. ഇതേ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് -∞ to 0 ആ ഇൻ്റർവെല്ലുള്ള നിങ്ങളുടെ സൊല്യൂഷനെ പറ്റിയുള്ള ഡിസ്കഷൻ കിട്ടും. ബേസിക്കലി ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്കലി 0 to ∞ എന്ന ഇൻ്റർവെല്ലുള്ള കേസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇൻ അവർ സ്റ്റേറ്റ്മെൻറ്റ് x × p of x ഉം x² × q, ഇപ്പോൾ 0 റെഗുലർ സിംഗുലർ പോയിന്റ് ആണല്ലോ. അപ്പോൾ x - 0 × p of x അല്ലെങ്കിൽ അതുപോലെ x - 0² × q of x എന്ന് പറഞ്ഞാൽ അനലിറ്റിക് ഫംഗ്ഷൻസ് ആണ്. അതായത് ഇവർക്കൊരു വാലിഡ് പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും സം റീജിയനിൽ. അപ്പോൾ നമ്മൾ ആ റീജിയൻ നമ്മൾ mod x < r എടുക്കുകയാണ്, r > 0. അതായത് ഈ രണ്ട് ഫംഗ്ഷൻസ് ഇതിപ്പോൾ അനലിറ്റിക് ആയി. x - 0 × p of x ഉം x - 0 × q of x ഉം, അതായത് x × p of x, അതായത് x² × q of x, ഇത് രണ്ടും അനലിറ്റിക് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇവർക്കൊരു വാലിഡ് പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. അത് നമ്മൾ അസ്യൂം ചെയ്യാണ് സമ്മേഷൻ n = 0 to ∞ സം pn x⁻n ഉം, ഇത് നമുക്ക് സമ്മേഷൻ n = 0 to ∞ സം qn x⁻n എടുക്കാം. കാരണം ഇത് രണ്ടും അനലിറ്റിക് ഫംഗ്ഷൻസ് ആണല്ലോ, ഈ രണ്ട് ഫംഗ്ഷൻസ്. അപ്പോൾ അവർക്കൊരു വാലിഡ് ആയിട്ടുള്ള പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും ഇൻ സം റീജിയൻ. ആ റേഡിയസ് ഓഫ് കൺവെർജൻസ് നമ്മൾ ക്യാപിറ്റൽ R എടുത്തു. ഓക്കെ, അപ്പോൾ ഇനി നമ്മളെ വർക്ക് എന്താ വെച്ചാൽ നിങ്ങൾ ആ ഒരു പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെയ്ത പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത വർക്ക് പറഞ്ഞാൽ m കണ്ടുപിടിക്കുക എന്നാണ്. കാരണം നമ്മൾ സൊല്യൂഷൻ ഇവിടെ അസ്യൂം ചെയ്യുന്നത് ഇതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ y = some x⁻m × a0 + a1x + a2x² എക്സെട്ര. ഈ ഫോമിലാണ് നമ്മൾ സൊല്യൂഷൻ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, വിത്ത് a0 is not equal to 0, a0 not equal to 0 ആയിട്ടുള്ളൊരു കേസാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇനി അവിടെ നമ്മൾ പുറത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി m കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളെ വർക്ക്. അപ്പം നമുക്ക് ജസ്റ്റ് സൊല്യൂഷൻ നമുക്കറിയാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, y = x⁻m × സമ്മേഷൻ n = 0 to ∞ an x⁻n എഴുതാം അല്ലേ? ഇങ്ങനെ എഴുതാൻ തെറ്റൊന്നുമില്ല. ഇതിനെനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം. ഈ x⁻m എനിക്ക് അകത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? സമ്മേഷൻ n = 0 to ∞ an x⁻n × x⁻m എന്ന് വരും അല്ലേ? x⁻n × x⁻. ഇതിപ്പം ഒരു സീരീസ് സമ്മേഷൻ ഉണ്ട്, നമുക്ക് ഒരു സീരീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ആ സീരീസിനോട് മൊത്തം നമ്മൾ x⁻m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഓരോ ടേമിലും x⁻m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലോ. അപ്പോൾ എനിക്ക് സമ്മേഷൻ്റെ അകത്തേക്ക് എഴുതുമ്പോൾ എങ്ങനെ വരും? x⁻n × x⁻m എന്ന് വരും. അതായത് സമ്മേഷൻ n = 0 to ∞ an x⁻n + m എന്ന് വരും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അന്ന് ചെയ്ത പോലെ തന്നെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ ഈ yൻ്റെ ഡെറിവേറ്റീവ്സ്, അതായത് y∬ ഉം y' എല്ലാം കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മൾ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പം y എന്ന് പറയുന്ന സൊല്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്തത് ഈ ഒരു ഫോമിലാണെങ്കിൽ നമ്മൾ y' എന്താ വരിക? y' should be nothing but summation n = 0 to ∞ an an, അതിവിടെ ടേം എന്താ? n + m ആണ്. അപ്പം അല്ലെങ്കിൽ m + n എഴുതാം നമുക്കല്ലേ, n + m അല്ലെങ്കിൽ m + n. So if I write it as m + n, then what I get is an × m + n × x⁻m + n - 1 വരും. ശരിയല്ലേ? ഇതാണ് നമ്മുടെ സീരീസ്. ഈ സീരീസ് എങ്ങനെയാണ്? ഈ സീരീസിൻ്റെ ഫോം എങ്ങനെയാണ്? സമ്മേഷൻ n = 0, n 0 ആകുമ്പോൾ അത് a0 ആവും. a0 x⁻m + a1 x⁻, എന്താ വരിക? m + 1 + a2 x⁻m + 2
അങ്ങനെ പോകുന്ന സീരീസ് അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ പറയുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും, എം എ നോട്ട് ഇൻറ്റു എം ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് വൺ പ്ലസ് ഇവിടെ എന്ത് വരും, എ വൺ ഇൻറ്റു എം പ്ലസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു എം പ്ലസ് വൺ മൈനസ് വൺ. ഇത് എ ടു ഇൻറ്റു എം പ്ലസ് ടു ഇൻറ്റു എക്സ് റേസ് ടു എം പ്ലസ് ടു മൈനസ് വൺ എക്സെട്ര എന്ന് പോകും അല്ലേ. അപ്പോൾ അതിൻ്റെ nth ടേം അങ്ങനെയൊക്കെ ഏകദേശം ഒരു nth ടേം എടുക്കുകയാണെങ്കിൽ ഇത് എന്താ പറയുക, എ എൻ എക്സ് റേസ് ടു എം പ്ലസ് എൻ അങ്ങനെ പോകും, പ്ലസ് എക്സെട്ര ഉണ്ട്. അപ്പോൾ ആ ടേം എന്തായിരിക്കും ഇവിടെ വരിക, അത് എ എൻ ഇൻറ്റു എം പ്ലസ് എൻ ഇൻറ്റു എക്സ് റേസ് ടു എം പ്ലസ് എൻ മൈനസ് വൺ വരും അല്ലേ. അതായത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക അല്ലേ, ഈ രീതിയിലാണ് കിട്ടുക. ഓക്കെ, ഇത് വൈ ആണെങ്കിൽ ഇത് വൈ ഡാഷ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് വൈ ഡബിൾ ഡാഷ് നോക്കാം. വൈ ഡബിൾ ഡാഷ് പറഞ്ഞാൽ ജസ്റ്റ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം ഒന്നും കൂടി. അപ്പോൾ വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താലും, ഈ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സമ്മേഷൻ എൻ ഈക്വൽ 0 ടു ഇൻഫിനിറ്റി, അത് നമുക്ക് ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയാൽ കിട്ടും നമുക്ക്. അപ്പോൾ ഈ ഒരു നമ്മൾ ഓൾറെഡി വൈ ഡാഷ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇതിൽ വൈ ഡബിൾ ഡാഷ് കാണാം. എന്താ വരിക, എ നോട്ട് ഇൻറ്റു എം മൈനസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് ടു പ്ലസ് എ വൺ ഇൻറ്റു എം പ്ലസ് വൺ ഇൻറ്റു എം പ്ലസ് വൺ മൈനസ് വൺ. അതായത് എം തന്നെയാണ്, ഞാൻ അങ്ങനെ തന്നെ എഴുതുകയാണ്, എക്സ് റേസ് ടു എം പ്ലസ് വൺ മൈനസ് ടു, അതായത് മൈനസ് വണ്ണും കൂടി വരും, പ്ലസ് എ ടു. അപ്പോൾ ഈ രീതിയിൽ ആണ് വരിക, എ ടു ഇൻറ്റു എം പ്ലസ് ടു ഇൻറ്റു എം പ്ലസ് ടു മൈനസ് വൺ എക്സ് റേസ് ടു എം പ്ലസ് ടു മൈനസ് ടു എക്സെട്ര. എത്ര വരും, nth ടേം എങ്ങനെ വരും, എ എൻ ഇൻറ്റു എം പ്ലസ് എൻ ഇൻറ്റു എം പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു എം പ്ലസ് എൻ മൈനസ് ടു എന്ന് വരും അല്ലേ. എക്സ് റേസ് ടു എം പ്ലസ് എൻ മൈനസ് ടു എന്ന് വരും. ഇനിയും ബാക്കിയുണ്ട്, ടേംസും ബാക്കി കിടക്കുകയാണ് പ്ലസ്. അപ്പോൾ ഇതാണ് നമ്മൾ nth ടേം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സമേഷൻ നൊട്ടേഷനിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാം, സമേഷൻ എൻ ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എ എൻ എം പ്ലസ് എൻ ഇൻറ്റു എം പ്ലസ് എൻ മൈനസ് വൺ എക്സ് റേസ് ടു എം പ്ലസ് എൻ മൈനസ് ടു എഴുതാൻ പറ്റും അല്ലേ. ഇങ്ങനെയൊന്നും തെറ്റില്ലല്ലോ. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, ജസ്റ്റ് ഇതിനൊന്ന് മോഡിഫൈ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് കാണാം ഈ സമ്മേഷൻ ശരിക്കും ഓടുന്നത് എന്നിലാണ് അല്ലേ, എന്നിലെ സമ്മേഷൻ ഓടുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം, സമേഷൻ എൻ ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എ എൻ എം പ്ലസ് എം ഇൻറ്റു എം പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഇതിനെ എനിക്ക് വേണമെങ്കിൽ എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് ടു എന്ന് എഴുതാം അല്ലേ. എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എം മൈനസ് ടു എന്ന് എഴുതാം. ഈ n ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഇത് എല്ലാ ടേമിലൂടെ മൾട്ടിപ്ലൈസ് ആണ്. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കാൻ പറ്റും എനിക്ക്. ഓക്കെ, കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് സമ്മേഷൻ എൻ ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു എം പ്ലസ് എൻ ഇൻറ്റു എം പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ വൈ ഡബിൾ ഡാഷ്. ഓക്കെ, ഇനി എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞിരുന്നു നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഏതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതെ, വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ പ്ലസ് ക്യൂ ഓഫ് എക്സ്, പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. അതായത് നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ്, വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0. ഇനി നമ്മൾ വൈ ഒരു അസംഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് വൈ എന്ന സൊല്യൂഷൻ്റെ. അപ്പോൾ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പം അതിന് മുമ്പ് ജസ്റ്റ് ഈ പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷും ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ. എന്നിട്ട് നമുക്ക് വേണ്ട എമ്മും ഈ എമ്മിൻ്റെ വാല്യൂവും കാണണം, അതുപോലെ നമുക്ക് ഈ കോൺസ്റ്റൻസിൻ്റെ റിലേഷനും കാണണം. അപ്പോൾ നമുക്ക് നമ്മളെ ഈ ഒരു ഇത് കംപ്ലീറ്റ് ആവും. അപ്പം പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് ആദ്യം കാണണം. അപ്പോൾ പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് എന്ന് പറയുമ്പോൾ വൈ ഡാഷ് എന്താണ് നമുക്ക് അടുത്ത പേജിൽ എഴുതാം. സോ പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് ആകണ്ട അല്ലേ. ഓക്കെ, പക്ഷെ നമുക്ക് ഓൾറെഡി ഒരു കാര്യം അറിയാം, എന്താ അറിയാം, എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അനലിറ്റിക് ഫംഗ്ഷൻ ആണ്, അതിനൊരു വാലിഡ് പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ട് ഇൻ ദ റീജിയൻ മോഡ് എക്സ് ലെസ് ദാൻ ആർ അല്ലേ, നമ്മൾ നേരത്തെ ഇനീഷ്യലി എടുത്തു. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം
പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് കണ്ടുപിടിക്കണമല്ലോ. അപ്പം വൈ ഡാഷ് എന്താണ്? അപ്പോൾ ഇത് ശരിക്കും പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പറഞ്ഞ സമേഷൻ എൻ ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു എം പ്ലസ് എൻ എക്സ് റേസ് ടു എം പ്ലസ് എൻ മൈനസ്. ഇത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച സാധനമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, അതാണ്. ഇനി ഈ പി ഓഫ് എക്സിന് ഞാൻ ഐ എം ഗോയിങ് ടു റീപ്ലേസ് ദിസ് പി ഓഫ് എക്സ്. ഇത് ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് എക്സിന് എങ്ങനെ എഴുതാം? ഇതൊരു 1/x ഇൻറ്റു സമേഷൻ എൻ ഈക്വൽ 0 ടു ഇൻഫിനിറ്റി പി എൻ എക്സ് റേസ് ടു എന്ന് എഴുതാം. അപ്പോൾ ഞാൻ അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് 1/x ഇൻറ്റു സമേഷൻ എൻ ഈക്വൽ 0 ടു ഇൻഫിനിറ്റി പി എൻ എക്സ് റേസ് ടു എൻ ഇൻറ്റു ഈ സമേഷൻ അല്ലേ, ഇൻറ്റു സമേഷൻ എൻ ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു എം പ്ലസ് എൻ ഇൻറ്റു എക്സ് റേസ് ടു എം പ്ലസ് എൻ മൈനസ് 1 ഇങ്ങനെ കിട്ടും. ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണ്ട്. ഓക്കെ, ഇതൊന്നും സിംപ്ലിഫൈ ചെയ്യാം. ഇതിൽ ആദ്യം തന്നെ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഇവിടെ എൻ സമേഷൻ വരുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ എമ്മിൻ്റെ എക്സ്പോർ എം സം ടേംസ് വരുമല്ലോ, ബാക്കിയൊക്കെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് ഞാൻ ഇവിടുന്ന് എക്സ് പവർ എം മൈനസ് 1 പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, ഇതൊക്കെ എങ്ങനെ എഴുതാം? എക്സ് പവർ എൻ ഇൻറ്റു എക്സ് പവർ എം മൈനസ് 1 എഴുതി കൂടെ ഈ ഒരു ടേമിനെ. അപ്പോൾ ഈ എക്സ് പവർ എം മൈനസ് 1 ശരിക്കും ഈ സീരീസിലുള്ള ഓരോ ടേമിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണേൽ പുറത്തെടുത്ത് എഴുതാം. അപ്പോൾ അത് മൊത്തത്തിൽ പുറത്തെടുത്ത് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇത് എക്സ് പവർ എം മൈനസ് 1 ഉണ്ട് ബൈ എക്സ് ഉണ്ട്. അത് എക്സ് പവർ എൻ മൈനസ് 1 ഇൻറ്റു 1/x. 1/x പറഞ്ഞാൽ എന്താ? ശരിക്കും എക്സ് റേസ് ടു മൈനസ് 1 ആണ് അല്ലേ? അപ്പോൾ ഇത് ഒരുമിച്ച് എഴുതി കഴിയുമ്പോൾ എന്താ വരിക? അത് ശരിക്കും എക്സ് റേസ് ടു എം മൈനസ് 2 എന്ന് വരിക. അപ്പോൾ എക്സ് റേസ് ടു എം മൈനസ് 2 ഞാൻ പുറത്തെടുക്കുകയാണെങ്കിൽ ബാക്കി എന്താ ഉണ്ടാവുക? സമേഷൻ എൻ ഈക്വൽ 0 ടു ഇൻഫിനിറ്റി പി എൻ എക്സ് റേസ് ടു എൻ ഇൻറ്റു ഈ സമേഷൻ എൻ ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു എം പ്ലസ് എൻ എക്സ് റേസ് ടു എം വരും. ഓക്കെ, ഈ ഒരു ഫോമിലാണ് നിങ്ങൾ ശരിക്കും ഓരോ പ്രോബ്ലംസും ചെയ്യേണ്ടത്. ഈ രീതിയിലൊരു പ്രോബ്ലം നിങ്ങളോട് സോൾവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. ആ ഒരു സെയിം ടെക്നിക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ സമേഷൻ നേരത്തെ പറഞ്ഞത് മാറ്റി എഴുതണം. അപ്പം നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ് പവർ എൻ, അതായത് ഓരോ എക്സിൻ്റെ പവേഴ്സിൻ്റെ ടേംസിൽ നമ്മൾ ആക്കിയെടുക്കണം. അതായത് ഇത് നമ്മളിതിനെ മാറ്റി ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. എക്സ് റേസ് ടു എം മൈനസ് 2 നേരത്തെ പുറത്തുള്ള സെയിം സാധനം സമേഷൻ എൻ ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എക്സ് പവർ എൻ എന്ന് കിട്ടും. ഓൾസോ ഇൻസൈഡ് ദാറ്റ് we have one more summation k equals 0 to n p n minus k a k m plus k എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് സമേഷനും ഇതും സെയിം ആണ്. നമുക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ രീതിയിൽ മാറ്റി എഴുതാൻ പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന്. അത് നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ n ഈക്വൽ ടു 0, അതായത് എക്സ് റേസ് ടു 0, അതായത് കോൺസ്റ്റൻറ്റ് ടേം ഏതാ വരിക? ശരിക്കും കോൺസ്റ്റൻറ്റ് ടേം ഇത് മാത്രമേ വരാൻ പാടുള്ളൂ. പി നോട്ട് ഇൻറ്റു എ നോട്ട് എം എന്ന് പറഞ്ഞ ടേം മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ n 0 കൊടുത്താൽ എന്താ വരിക? n 0 കൊടുക്കുമ്പം സമേഷൻ കെ ഈക്വൽ 0 ടു n. അപ്പോൾ n 0 ആണ്, കെ ഈക്വൽ 0 ടു 0 പി എൻ മൈനസ്, അതായത് n നമ്മൾ 0 അല്ലേ കൊടുത്തത് അല്ലേ? അതെ. സോ പി 0 മൈനസ് കെ, ഈ എക്സ് റേസ് ടു എം മൈനസ് 2 എന്ന ടേം പുറത്തുണ്ട് കേട്ടോ. അതിവിടെയും പുറത്തുണ്ട്, ഇതിൻ്റെ പുറത്തതുണ്ട്. ഓക്കെ, പി 0 മൈനസ് കെ എവിടുന്ന് എങ്ങോട്ടാണ് വരിക? 0 0 അത് 0 0ലേക്ക് വരിക എന്ന് വെച്ചാൽ 0 മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ പി 0 മൈനസ് 0 എന്ന് വരും, അതായത് പി 0 തന്നെ വരും അല്ലേ? അപ്പം പി 0 അത് ഒറ്റ ടേം കൂടെ ഉള്ളൂ, 0 കെക്ക് 0 കൊടുക്കുന്ന ടേം മാത്രം. അപ്പം എ 0 ഇൻറ്റു എം പ്ലസ് 0 പറയുമ്പോൾ എം ഇൻറ്റു എക്സ് പവർ 0 എന്താ 1. അപ്പം ആ സമേഷനകത്ത് വരുന്ന ഒരു ടേം പറഞ്ഞാൽ, ഫസ്റ്റ് സമേഷനിൽ വരുന്ന ടേം പറഞ്ഞാൽ ഈ ടേം മാത്രമാണ്. അതാണ് പി നോട്ട് എ നോട്ട് എം. ഇനി സെക്കൻഡ് നിങ്ങൾ നോക്കും. ഇപ്പോൾ സെക്കൻഡ് അത് എക്സിൻ്റെ ടേം വരണം. എക്സിൻ്റെ ടേം എങ്ങനെയൊക്കെയാണ് വരിക? എക്സിൻ്റെ ടേം വരാൻ ചാൻസ് പറഞ്ഞാൽ ഈ കോൺസ്റ്റൻറ്റ് ടേം നമ്മൾ ഇവിടെ ഉള്ള ഈ എക്സിൻ്റെ ടേം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഈ കോൺസ്റ്റൻറ്റ് ടേം, ഈ എക്സിൻ്റെ ടേം ഈ കോൺസ്റ്റൻറ്റ് ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ട് കേസല്ലേ വരുള്ളൂ.
അപ്പോൾ നിങ്ങൾ എഴുതി നോക്കൂ. അതായത് ഇപ്പോൾ ഇതിന് നമ്മൾ n 1 കൊടുക്കാമെന്ന് വിചാരിക്കാം. അതായത് x⁻1 വരെയുള്ള ടേംസ്. ഓക്കെ, അപ്പം n 1 ആവുന്ന കേസ്, ഇപ്പോൾ n 0 ആവുന്ന കേസാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയത്. n 0 ആവുന്ന കേസിലാണ് ശരിക്ക് ഇത് പുറത്ത് നിന്നോട്ടെ, ഇപ്പോൾ വേണ്ട തൽക്കാലം ഈ ടേം മാത്രമേ ഉണ്ടാവുക. അത് കറക്റ്റാണ്. നിങ്ങൾ n 1 ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ n നിങ്ങൾ 1 ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ summation k = 0 to 1 p 1 minus k ak m plus k into x എന്ന് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ k 0 to 1 അല്ല. അപ്പോൾ k 0 ആകുമ്പോൾ എന്താ വരിക? p 1 into k 0. അപ്പോൾ a 0 into m into x plus k 1 ആകുമ്പോൾ p 0 വരും. 1 minus 1 0, p 0 a 1 into m plus 1 into x. അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ടേം? p നോട്ട് ഇൻറ്റു p നോട്ട് ഇൻറ്റു a1 ഇൻറ്റു m plus 1 എക്സും p1x ഇൻറ്റു a നോട്ട് എമ്മും, അതാണ് ഈ ടേം. അപ്പോൾ ഇത് ശരി, ആ രീതി നിങ്ങൾ എഴുതി നോക്കുകയാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി, ഇതിന് നമുക്ക് ഈ രീതിയിൽ മാറ്റി എഴുതാം. ഓക്കെ, അത് നമുക്ക് പിന്നീട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മാറ്റി എഴുതാമെന്ന് കിട്ടി. ഇനി ഇതിൽ ഞാൻ ഒന്നും കൂടി ചെറിയൊരു മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇത് ഞാൻ x⁻m-2 summation n = 0 to infinity summation k = 0 to n-1 വരെയുള്ള ടേം ഞാൻ ഒരു സമ്മേഷനിൽ എഴുതിയിട്ട്, ഓക്കെ, ബാക്കി ഒരു സിംഗിൾ ടേം ഉണ്ടല്ലോ, അത് ഞാൻ വേറെ എഴുതും. അതായത് പ്ലസ് p നോട്ട് an ഇൻറ്റു m പ്ലസ് n ഇൻറ്റു x⁻n, ഈ ഫോമിൽ മാറ്റി എഴുതി. അപ്പോൾ ഇത് നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയത്? ഇത് വേറെ ഒന്നുമില്ല, ഇത് നമ്മളെ p of x ഇൻറ്റു y ഡാഷ് ആണ്. ഇതേപോലെ നമുക്കിനി q of x ഇൻറ്റു y കാണണം. ഓക്കെ, q of x ഇൻറ്റു y കാണണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ x² ഇൻറ്റു q of x എന്ന് പറഞ്ഞ സമ്മേഷൻ n = 0 to infinity qn x⁻n നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പവർ സീരീസ്, ഒരു അനലിറ്റിക് ഫംഗ്ഷനാണ് ഈ ഫംഗ്ഷൻ എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ q of x ഞാൻ ഇതിനെ 1/x² ഇൻറ്റു ഈ സീരീസ് എഴുതാൻ പോവാണ്. അപ്പോൾ 1/x² ഇൻറ്റു സമ്മേഷൻ n = 0 to infinity qn x⁻n, ഓക്കെ, ഇൻറ്റു നമ്മളെ y എന്തായിരുന്നു? y സമ്മേഷൻ n = 0 to infinity an x⁻m plus n, ഈ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഇതിനൊന്ന് ക്ലബ് ചെയ്യുകയാണെങ്കിൽ, ഇതിൽ ഒബ്വിയസ്ലി ഇതിനകത്ത് ഞാനൊരു m ടേം നേരത്തെ എടുത്ത പോലെ ഈ x⁻m ടേം ഞാൻ പുറത്തെടുക്കുന്നുണ്ട്. അപ്പം ഈ താഴെ x² കൊണ്ടുള്ളതിനെ കൊണ്ട് x⁻m ഇൻറ്റു 1/x² എന്ന് വരും. അതായത് x⁻m-2 വരും. ഓക്കെ, സമ്മേഷൻ n = 0 to infinity qn x⁻n ഇൻറ്റു സമ്മേഷൻ n = 0 to infinity an x⁻n വരും. ഇനി നമ്മൾ മുകളിൽ എഴുതിയ പോലെ തന്നെ നമുക്കിതിനെ സമ്മേഷൻ നൊട്ടേഷനിൽ എഴുതുകയാണെങ്കിൽ നമുക്കിതിനെ ഈ രീതിയിൽ എഴുതാൻ പറ്റും. 0 to infinity summation k = 0 to infinity qn minus സെയിം ഫോമിലായിരിക്കും, മുകളിലുള്ള അതേ ഫോമിലാണ് qn - k ak x⁻n എഴുതാൻ പറ്റും. ഇവിടുന്ന് അതേപോലെ ഞാൻ x⁻m-2 summation n = 0 to infinity, ഈ സമ്മേഷൻ ഞാൻ k = 0 to n-1 എടുക്കുന്നു. പിന്നെ ആ ലാസ്റ്റ് ടേം, അത് ഒരു സിംഗിൾ ടേം കൂടെ ഉണ്ടാവും, k = n ആകുമ്പോൾ അത് q0 an, അത് ഞാൻ മാറ്റി എഴുതി ഇൻറ്റു x⁻n കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ കിട്ടിയ സാധനങ്ങളെല്ലാം കൂടി, അതായത് നമ്മളെ ഇല്ല y⁻ഉം p of x-ഉം q of x-നൊക്കെ നമുക്കൊരു എക്സ്പാൻഷൻ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് y⁻ പ്ലസ് p of x ഇൻറ്റു y പ്ലസ് q of x ഇൻറ്റു y = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് all these things in this equation, നമുക്ക് നോക്കാം എന്താ കിട്ടുകയെന്ന്. അപ്പോൾ y⁻ എന്ന് പറഞ്ഞ ആ ടേം എന്ന് പറഞ്ഞാൽ x⁻m-2 summation n = 0 to infinity an m plus n m plus n-1 x⁻n പ്ലസ് p of x ഇൻറ്റു y ഡാഷ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഒന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. x⁻m-2 summation n = 0 to infinity
summation n k equals 0 to n minus 1 p n minus k a k m plus k plus p naught a n into m plus n, p naught a n into m plus n into x raised to n plus last term q of x into y. q of x into y എന്ന് പറഞ്ഞ ടേം ഓക്കെ, q of x into y എന്ന ടേം പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് x raised to m minus 2 summation n equals 0 to infinity summation k equals 0 to n minus 1 q n minus k a k plus q naught a n into x raised to n ആണ്. അപ്പോൾ ഈ ഹോൾ തിങ് ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിനകത്ത് നമുക്ക് x raised to m minus 2 കോമൺ എടുക്കാം. ഓക്കെ, എല്ലാ ടേംസും x raised to m minus 2 കോമൺ എടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കിട്ടിയ എല്ലാം കൂടി നമ്മൾ x raised to m minus 1 കോമൺ എടുക്കുകയാണെങ്കിൽ x raised to m minus 1 ഇൻറ്റു m minus 2 ഇൻറ്റു ഒരു ബിഗ് ടേം ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്താ കിട്ടുക, x raised to m minus 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വാട്ട് യു ഗെറ്റ് ഇസ്, അത് എഴുതുകയാണെങ്കിൽ നമ്മുടെ y ഡബിൾ ഡാഷിൻ്റെ ടേം ആദ്യം എഴുതാം. അപ്പം ഇങ്ങനെയായിരുന്നു, അതായത് എക്സ് സമ്മേഷൻ ഈ ടേം ഉണ്ടാവും ആദ്യം, ഈ ടേം അല്ല, അതെ ഈ ടേം ഉണ്ടാവും ആദ്യം. സമ്മേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി a n m പ്ലസ് n മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു n പ്ലസ്, ഇനി ഇവിടുന്ന് ഞാൻ ഈ ഒരു ടേം മാത്രം എടുക്കുകയാണ് സീരീസിൻ്റെ. അപ്പോൾ സമ്മേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി p നോട്ട് a n ഇൻറ്റു m പ്ലസ് 1 എക്സ് റേസ് ടു n പ്ലസ് ഈ സീരീസിൽ നിന്ന് ഞാൻ ഈ ടേം മാത്രം എടുക്കുകയാണ്. അപ്പം പ്ലസ് സമ്മേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി q നോട്ട് a n ഇൻറ്റു എക്സ് റേസ് ടു n പ്ലസ് ബാക്കിയുള്ളത് പോർഷൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി, നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി സമ്മേഷൻ k ഈക്വൽ 0 ടു n മൈനസ് 1 p n minus k a k m plus k plus this term plus അപ്പോൾ അത് രണ്ട് സമ്മേഷനിൽ വരുന്ന ഞാൻ ഒരുമിച്ച് ഒരു സമ്മേഷനിൽ ഇടുകയാണ്. അപ്പോൾ ഇത് എനിക്ക് ശരിക്കും ഇതിനെങ്ങനെ എഴുതാൻ പറ്റും, സമ്മേഷൻ k ഈക്വൽ 0 ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ നമുക്ക് ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സമ്മേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി സമ്മേഷൻ k ഈക്വൽ 0 ടു n മൈനസ് 1 q n മൈനസ് k a k ഇൻറ്റു എക്സ് റേസ് ടു n ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് ക്ലബ് ചെയ്യാണ്, കുറച്ച് ടേംസ് ഞാൻ ക്ലബ് ചെയ്യുന്നു. ഈ ഫസ്റ്റ് 3 ടേംസ് ഞാൻ ക്ലബ് ചെയ്യണം ആദ്യം. സമ്മേഷൻ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി എക്സ്പോറൻ്റെ ടേംസ് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിനെ ഇങ്ങനെ എഴുതാം, അതായത് a n ഇൻറ്റു m പ്ലസ് n ഇൻറ്റു m പ്ലസ് n മൈനസ് 1 പ്ലസ് m പ്ലസ് n ഇൻറ്റു p നോട്ട് പ്ലസ് q നോട്ട് അല്ലേ. ഈ 3 ഞാൻ എടുക്കുകയാണ്, ഈ ടേംസ് എല്ലാം ക്ലബ് ചെയ്യാണ്, പിന്നെ ഇവിടെ ഇരുന്ന ടേം കൂടി ഇത് ഇൻറ്റു എക്സ് റേസ് ടു n ഉണ്ട്. ഓക്കെ, ഹോൾ തിങ് ഇൻറ്റു എക്സ് റേസ് ടു n ഉണ്ട്
അതുപോലെ സമ്മേഷൻ n equals 0 to infinity x raised to n. ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ എനിക്കിതിന് അപ്പോൾ ഇത് ഇവിടെയും സമ്മേഷൻ n equals 0 to infinity ഉണ്ട്. ഓക്കെ, ഇവിടെ സമ്മേഷൻ n equals 0 to infinity ഉണ്ട്. അതിൻ്റെ അകത്ത് വേറൊരു ടേമും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ ഞാനത് സമ്മേഷൻ n equals 0 to infinity പുറത്തെടുക്കുകയാണ്. ആ ഇൻഡെക്സിങ് ഞാൻ പുറത്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന എന്താ വരിക, അപ്പോൾ സമ്മേഷൻ k equals 0 to n minus 1 p n minus k ak into m plus k plus ak qn minus k ak qn minus k എന്ന് വരും. ഓക്കെ, അത് ഈ സമ്മേഷന് ഒരു ബ്രാക്കറ്റ് ഉണ്ട്, എന്നിട്ട് മൊത്തം ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ എക്സ്പോറൻ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ലാസ്റ്റിൽ എഴുതാം, മൊത്തം ബ്രാക്കറ്റ് ഇൻറ്റു എക്സ്പോറൻ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അതായത് നമ്മൾ ഇത്ര ചെയ്തോളൂ. y ഡബിൾ ഡാഷും പി എഫ് എക്സ് ഇൻറ്റു വൈ ഡാഷും ക്യൂ എഫ് എക്സ് ഇൻറ്റു വൈയും കണ്ടുപിടിച്ചു. ഇത് മൂന്നും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ് 0, ബിക്കോസ് ഇറ്റ്സ് ആക്ച്വലി എ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0. അപ്പോൾ y നമ്മൾ അസ്യൂം ചെയ്ത y സൊല്യൂഷൻ ആണെങ്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വലത്ത് ഭാഗത്തുള്ള 0 അറ്റൈൻ ചെയ്യണം. അതായത് ഈ ഫുൾ സംഭവം നമുക്ക് കിട്ടിയ സാധനം മൊത്തം ഈക്വൽ ടു 0 ആണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് 0 ആണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ വലത്ത് ഭാഗത്തുള്ള പോളിനോമിയലാണല്ലോ, അതിൽ എക്സ് റേസ് ടു എൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ 0 ആണ്. അപ്പോൾ നമ്മൾ ആ 0 നമ്മൾ ഇവിടെ കിട്ടിയ എക്സ് റേസ് ടു എൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക, അതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ് റേസ് ടു എൻ്റെ കോഎഫിഷ്യൻ്റ് പേര് n ഈക്വൽ ടു 0, അതായത് കോൺസ്റ്റൻറ്റ് ടേം ശരിക്കും എന്താ വരിക, n നിങ്ങൾ 0 കൊടുത്തു കഴിഞ്ഞാൽ വലത്ത് ഭാഗത്തുള്ള കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. 0 പ്ലസ് 0x പ്ലസ് 0x സ്ക്വയർ അങ്ങനെ പോകുന്നൊരു പോളിനോമിയാണ് കൺസിഡർ ചെയ്യുക. അപ്പം ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേം അവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേം സെയിം ആയിരിക്കണമല്ലോ. അപ്പോൾ ഈ ഭാഗത്തുള്ള കോൺസ്റ്റൻറ്റ് ടേം എന്താ വരിക, ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറഞ്ഞാൽ എക്സ്, ഈ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ സീരീസിൽ എക്സ് പവർ 0 വരണം, അതായത് n 0 ആവണം. അപ്പോൾ n 0 എന്ന് പറയുമ്പം ശരിക്കും ഈ ടേം എന്താ വരിക, n 0 ആകുമ്പം നമുക്ക് എന്താ കിട്ടുക, ഇവിടുന്ന് നമുക്ക് എന്താ കിട്ടുക, a0 ഇൻറ്റു എം പ്ലസ് 0 പറയുമ്പോൾ എം ഇൻറ്റു എം പ്ലസ് n മൈനസ് 1 എന്ന് പറയുമ്പോൾ n 0 ആയതുകൊണ്ട് m മൈനസ് 1 പ്ലസ് എം ഇൻറ്റു പി നോട്ട് പ്ലസ് ക്യൂ നോട്ട്. ഓക്കെ, പിന്നെ പ്ലസ് ഇവിടെ എന്താ വരിക, ഈ പോർഷനിൽ n 0 ആകുമ്പോൾ എന്താ വരിക, ഇപ്പോൾ ഈ പോർഷനിൽ അങ്ങനത്തെ ടേം വരില്ല. അപ്പം ദിസ് വിൽ ബി ആക്ച്വലി ഈക്വൽ ടു 0 എന്ന് കിട്ടും, റൈറ്റ്. അതുപോലെ നിങ്ങൾ n ഈക്വൽ ടു 2 നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക, n ഈക്വൽ ടു 1 നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, a1 ഇൻറ്റു എം പ്ലസ് 1 ഇൻറ്റു എം പ്ലസ് ഇവിടെ അത് ശരിക്കും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ, a1 ഇൻറ്റു എം പ്ലസ് 1 ഇൻറ്റു എം വരും, കാരണം n 1 ആണല്ലോ, അപ്പോൾ 0 ആയിപ്പോൾ, പ്ലസ് എം പ്ലസ് 1 ഇൻറ്റു പി നോട്ട് പ്ലസ് ക്യൂ നോട്ട് വരും, പ്ലസ് ഇവിടുന്ന് ടേംസ് വരും ഇക്വേഷൻ. അപ്പോൾ n ഈക്വൽ ടു 0 ആകുമ്പം k ഈക്വൽ 0 ടു 0 എന്ന് വരും. അപ്പോൾ k 0 ആവുന്ന കേസ് അപ്പോൾ എന്താ വരിക, പ്ലസ് n 1 കൂടിയാണ്, അതും ശ്രദ്ധിക്കുക. അപ്പോൾ n 1 k 0 ആവുന്ന കേസ് നോക്കുക. അപ്പോൾ p1 അല്ലേ, p1 k 0 ആണ്. അപ്പം p1 a0 ഇൻറ്റു എം പ്ലസ് 1, സോ എം പ്ലസ് ശരിയല്ലേ, p1 a0 ഇൻറ്റു k എം പ്ലസ് 1 അല്ല, k 0 ആണ്. അപ്പം എം p1 a0 ഇൻറ്റു എം പ്ലസ് ഇവിടുന്ന് എന്താ വരിക, നിങ്ങൾ കേക്ക് 0 n 1 കൊടുത്താൽ എന്താ വരിക, കേക്ക് 0 n 1 കൊടുത്തു കഴിഞ്ഞാൽ അത്
എ നോട്ട് ഇൻറ്റു Q1 എന്ന് വരും. അപ്പോൾ ഈ ടേം ഈക്വൽ ടു, അപ്പോൾ ഇത്രയും പോർഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് പോർഷൻ ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഇതേപോലെ നിങ്ങൾ എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് nth ടേം എങ്ങനെയാണ് വരിക അത് നോക്കണം. സോ ഇതിനെ നിങ്ങൾ എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. nth ടേം വരുമ്പോൾ എന്താ വരിക? an ഇൻറ്റു m പ്ലസ് n ഇൻറ്റു m പ്ലസ് n മൈനസ് 1 പ്ലസ് m പ്ലസ് n ഇൻറ്റു പി നോട്ട് പ്ലസ് ക്യൂ നോട്ട് പ്ലസ് ഇവിടുന്ന് വരുന്ന ടേംസ് എന്താ വരിക? ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ n ഈക്വൽ ടു 0 എടുത്ത കേസ് നമുക്കൊരു കോൺസ്റ്റന്റ് ടേം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇങ്ങനത്തെ ടേം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, ഈ പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. n ഈക്വൽ ടു 1 എടുത്തപ്പോൾ നമുക്ക് ഈ ഒരു സീരീസിൽ നിന്ന് ഒരു ടേം വന്നു. ഇനി n ഈക്വൽ ടു ഒരു പെർട്ടിക്കുലർ കെയോ അല്ലെങ്കിൽ n ഈക്വൽ ടു n എടുക്കുന്നത്, നമ്മൾ ജനറൽ n എടുക്കുന്നത്, അപ്പോൾ അവിടെ ശരിക്കും 0 ടു n-1 അത്രയും ടേംസ് ഇതിൻ്റെ അകത്ത് നിന്ന് വരണം. ഓക്കെ, അത് ശ്രദ്ധിക്കണം എഴുതുമ്പം. k ഈക്വൽ 0 ടു n-1 വരെ n-1 അല്ല, n-1 അല്ല ശരിക്കും n-1 പ്ലസ് 1 n ടേംസ് ശരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അതാണ് അതിൻ്റെ ബാക്കി വരിക. അതൊന്ന് എഴുതി വെക്കാം. ബാക്കി എന്താ വരിക? അപ്പം ഇപ്പോൾ നിങ്ങൾ അതിനെ ഇപ്പോൾ സപ്പോസ് അതായത് k0 എന്ന കേസ് എന്താ വരിക? k0 എന്ന കേസ് പറഞ്ഞാൽ pn ഇൻറ്റു എ നോട്ട് ഇൻറ്റു എം പ്ലസ് എ നോട്ട് ഇൻറ്റു ക്യു എൻ ആ ടേം വരും. ഓക്കെ, പ്ലസ് അടുത്ത എന്താ വരിക? പി എൻ മൈനസ് 1 എ 1 എം പ്ലസ് 1 അല്ലേ, പി എൻ മൈനസ് 1 എ 1 എം പ്ലസ് 1 പ്ലസ് എ 1 ക്യു എൻ മൈനസ് 1 എക്സെട്ര. അത് k ഈക്വൽ ടു n-1 എടുക്കുമ്പോൾ ടേം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അത് എ എൻ മൈനസ് 1 എം പ്ലസ് 1 എൻ മൈനസ് 1 അതെ പി 1 ഇൻറ്റു എ എൻ മൈനസ് 1 എം പ്ലസ് എൻ മൈനസ് 1 പ്ലസ് എ എൻ മൈനസ് 1 ഇൻറ്റു ക്യൂ 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. എ എൻ മൈനസ് 1 ക്യൂ 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ശരിക്കും നമുക്ക് nth ടേമിൽ വരുന്ന ടേം. കുറച്ച് വലിയ ടേമാണ്, പക്ഷേ നമുക്കിത് ഇങ്ങനെ എടുത്തേ പറ്റൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ കിട്ടിയ പോർഷൻ നമ്മളൊരു ഫങ്ഷൻ ഓഫ് എം ആക്കി എടുക്കുകയാണ്. എം ഇൻറ്റു എം മൈനസ് 1 പ്ലസ് എം ഇൻറ്റു പി നോട്ട് പ്ലസ് ക്യൂ നോട്ട് എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഈ ഇക്വേഷൻസ് എല്ലാം, അതായത് ഈ 1 2 അതുപോലെ ഈ കിട്ടിയ 3, ഈ ഇക്വേഷൻസ് എല്ലാം നമുക്ക് വേറെ രീതിയിൽ മാറ്റി എഴുതാൻ പറ്റും ഇൻ ടേംസ് ഓഫ് എഫ്. ഓക്കെ, ഇൻ ടേംസ് അത് എഫ് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. എഫിന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഫസ്റ്റ് ഇക്വേഷൻ എ നോട്ട് ഇൻറ്റു എഫ് എം ഈക്വൽ ടു 0 എന്ന് കിട്ടും. പിന്നെ എ 1 ഇൻറ്റു എഫ് ഓഫ് എം പ്ലസ് 1 പ്ലസ് എ നോട്ട് ഇൻറ്റു എം പി 1 പ്ലസ് ക്യൂ 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. നിങ്ങൾ വേണം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം അതെ, എ നോട്ട് ഇൻറ്റു എം പി 1 പ്ലസ് ക്യൂ 1 ഈ പോർഷൻ വേറെ എഴുതി. ഓക്കെ, ഇത് മാറ്റി എഴുതി. ഇത് എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടുക? നിങ്ങൾ ഇതിൽ കൊടുത്തു നോക്കും. എം പ്ലസ് 1 ഇൻറ്റു എം പ്ലസ് 1 മൈനസ് 1, അതായത് എം അല്ലേ, പ്ലസ് എം ഇൻറ്റു പി നോട്ട്. ഇവിടെ എം പ്ലസ് 1, അപ്പോൾ എം പ്ലസ് 1 ഇൻറ്റു പി നോട്ട് പ്ലസ് ക്യൂ നോട്ട്. അതാണല്ലോ എഫ് ഓഫ് എം പ്ലസ് 1 എന്ന സാധനം. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഇവിടെ അല്ല, ഇത് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതേപോലെ തേർഡ് ഇക്വേഷൻ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നമുക്കതിനെ തേർഡിലെ ലാസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എ എൻ ഇൻറ്റു എഫ് ഓഫ് എം പ്ലസ് എൻ പ്ലസ് എ നോട്ട് ഇൻറ്റു എം പി എൻ പ്ലസ് ക്യൂ എൻ പ്ലസ് എക്സെട്ര പ്ലസ്
എ എൻ മൈനസ് വൺ ഇൻറ്റു എം പ്ലസ് വൺ എൻ മൈനസ് വൺ പി വൺ പ്ലസ് ക്യൂ വൺ മാറ്റി എഴുതാൻ പറ്റും, ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിന് മാറ്റി എഴുതാം. ഇനി നമ്മൾ എ നോട്ട് വി ഹാവ് ടേക്കൺ എസ് നോൺ സീറോ. ഓക്കെ, എ നോട്ട് നോൺ സീറോ ആണ്. അങ്ങനെയെങ്കിൽ എ നോട്ട് ഇൻറ്റു എഫ് എം സീറോ ആവുമെങ്കിൽ എ നോട്ട് ഇൻറ്റു എഫ് എം സീറോ ആവുമെങ്കിൽ എഫ് എം സീറോ ആവണം. അപ്പോൾ എഫ് എം സീറോ ആവെന്ന് പറയുമ്പം ദറ്റ് ഇംപ്ലൈസ് സിൻസ് എ നോട്ട് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ വി ക്യാൻ കൺക്ലൂഡ് ദറ്റ് എഫ് ഓഫ് എം ഷുഡ് ബി ഈക്വൽ ടു സീറോ. അതായത് എം ഇൻറ്റു എം മൈനസ് വൺ പ്ലസ് എം ഇൻറ്റു പി നോട്ട് പ്ലസ് ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറയാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ശരിക്കും ഇൻഡിക്കൽ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിളിച്ചു. ഓക്കെ, ഈ ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ ഇൻഡിക്കൽ ഇക്വേഷൻ എന്ന് പറയാം. ആൻഡ് ഇതിൻ്റെ റൂട്ട്സ്, അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് ഓർഡർ ആണല്ലോ, ഇതിപ്പം കാണാം എം സ്ക്വയർ മൈനസ് എം. ഇപ്പോൾ എന്താ എം സ്ക്വയർ മൈനസ് എം പ്ലസ് എം ഇൻറ്റു പി നോട്ട് പ്ലസ് ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ, അല്ലെങ്കിൽ എം സ്ക്വയർ പ്ലസ് പി നോട്ട് മൈനസ് വൺ ഇൻറ്റു എം പ്ലസ് ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് കിട്ടുന്നുണ്ടല്ലോ. ഇത് ശരിക്കും നമ്മൾ ഇൻഡിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഇതിന് എത്ര റൂട്ട്സ് ഉണ്ടാവും? ഇത് സോൾവ് ചെയ്താൽ 2 റൂട്ട്സ് കിട്ടും, M1 M2. അപ്പോൾ ആ റൂട്ട്സിനെ നമ്മൾ എക്സ്പോണൻസ് എന്ന് വിളിക്കും. അപ്പോൾ M1 M2 ഇതിൻ്റെ റൂട്ട്സ് ആണെങ്കിൽ വി കോൾ ദം ആസ് ദ എക്സ്പോണൻസ്. ഓക്കെ, അതെ, എക്സ്പോണൻസ് ഓഫ് നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ ഫസ്റ്റ് എടുത്ത y ഡബിൾ ഡാഷ് പ്ലസ് പി എഫ് എക്സ് ഇൻറ്റു വൈ പ്ലസ് ക്യൂ എഫ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ M1 M2 നമുക്ക് റൂട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സൊല്യൂഷൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എം ഐസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യമുള്ള A1 A2 അതെല്ലാം വി ക്യാൻ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ്, അതായത് A1 നമുക്ക് A0 ടേംസിൽ എഴുതാൻ പറ്റും, പിന്നെ A2 നമുക്ക് A1 ടേംസിൽ എഴുതാൻ പറ്റും, അതായത് അല്ലെങ്കിൽ A0 A1 ടേംസിൽ എഴുതാൻ പറ്റും, എക്സെട്ര. ആ രീതിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിതിങ്ങനെ കണ്ടു, നിങ്ങൾ നോക്കൂ ഈ ഒരു സ്റ്റെപ്പിൽ, ഇപ്പോൾ സപ്പോസ് ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു, നമുക്ക് A0 എന്താ കിട്ടി, സോറി ഈ സ്റ്റെപ്പല്ല, A0 എന്താ കിട്ടാനല്ല. സപ്പോസ് ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു, നമുക്ക് ഏത് കേസിലൂടെ A1 കിട്ടാണ്ടാവുക, ഏത് കേസിലേക്ക് നമുക്ക് A1 കിട്ടാണ്ടാവുക, അങ്ങനത്തെ ഒരു കേസ് വരും എപ്പോഴാണ്? അതായത് സപ്പോസ് ഈ എഫ് ഓഫ് എം പ്ലസ് വൺ ഈ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ, ഓക്കെ, എഫ് ഓഫ് എം പ്ലസ് വൺ എന്ന് പറഞ്ഞ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മളെ പ്രോസസ് സ്റ്റോപ്പ് ആവും. കാരണം നമുക്ക് അവിടെ നിന്ന് A1 കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് വീണ്ടും A0 ഇൻറ്റു സംതിങ് ഈക്വൽ ടു 0 എന്ന് മാത്രം കിട്ടും, അല്ലേ? അപ്പം ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ സ്റ്റേജിലാവണമെന്നില്ല, ഫോർ സം കേസ് വെൻ എഫ് ഓഫ് എം പ്ലസ് എൻ ബിക്കംസ് 0, ഈ സ്റ്റേജ് നമ്മളിങ്ങനെ പോകുമ്പം ഒരു സ്ഥലത്ത് നമുക്ക് എം പ്ലസ് എൻ, എഫ് ഓഫ് എം പ്ലസ് എൻ 0 ആവുന്ന കേസ് വരെ വിചാരിച്ചോളൂ. എന്നിൽ അല്ലെങ്കിൽ എഫ് ഓഫ് എം പ്ലസ് കെ, ഒരു കെ സ്റ്റേജിൽ അവിടെ ഇങ്ങനത്തെ ഒരു ടേം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു കേസ് വന്നാൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്കിതിങ്ങനെ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ വേറൊരു കാര്യം കൂടി നമുക്കിവിടെ പറയണം എന്താ വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങളെ എൻ എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് പറഞ്ഞെന്താ മനസ്സിലായോ? ഈ എഫ് ഓഫ് എം പ്ലസ് എൻ, അത് ഈ ഒരു എഫ് ഓഫ് എം പ്ലസ് എന്ന ടേം നമ്മളിവിടെ വരുന്നുണ്ട്. ഓക്കെ, ഈ കാൽക്കുലേഷൻസിൽ വരുന്നുണ്ട് എഫ് ഓഫ് എം പ്ലസ് എൻ എന്ന ടേം, അല്ലെങ്കിൽ എഫ് ഓഫ് എം പ്ലസ് കെ എന്ന ടേം. അപ്പോൾ അത് 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കോൺസ്റ്റൻസ് കാണുന്ന അവിടെ സ്റ്റോപ്പ് ആവും, ബ്രേക്ക് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം ഇനി രണ്ടും M1 M2 എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ വരില്ല. വി വിൽ ഗെറ്റിംഗ് എക്സാക്ട്ലി 2 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ്. സോ ഇവിടെ സപ്പോസ് ഇങ്ങനത്തെ ഒരു കേസാണെന്ന് വിചാരിക്കുക, അതായത് n ഈസ് ഈക്വൽ ടു സേ M1 മൈനസ് M2, അല്ലെങ്കിൽ M1 ഈക്വൽ ടു M2 പ്ലസ് n ഫോമുല എന്ന് വിചാരിക്കുക സപ്പോസ്. അങ്ങനെയെങ്കിൽ നിങ്ങളെ എഫ് ഓഫ് എം പ്ലസ് എൻ എന്താവും? എഫ് ഓഫ് എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ, അതായത് M ഈക്വൽ ടു M1 ആവുന്ന കേസാണെങ്കിൽ M1, സാറ് നമ്മളെന്താ ചെയ്യുക, നമ്മൾ ശരിക്കും M1 M2 കണ്ടുപിടിക്കുന്നിട്ട് M1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എന്നിട്ട് AIs കണ്ടുപിടിക്കുക ചെയ്യുക, അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് ഓർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത്. അപ്പോൾ M ഈക്വൽ ടു M1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം M1 പ്ലസ് N ആണല്ലോ, അതായത് എഫ് ഓഫ് M1 പ്ലസ് N, അതായത് എഫ് ഓഫ് M1 പ്ലസ് N എന്ന് പറയുമ്പം M1 മൈനസ് M2, അതായത് എഫ് ഓഫ് 2M1 വരും.
അപ്പോൾ ആ കേസിൽ നമുക്ക് പ്രശ്നം വരില്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ അത് നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു an ടേം ഇപ്പുറത്ത് കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നു, അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ansലൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പ്രശ്നം വരില്ല. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ m=m2 കേസ് ആണെങ്കിൽ m=m2 എന്ന കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ ഒരു കേസ് വരുന്നുണ്ടെങ്കിൽ, അതായത് n=m1 - m2 എന്ന കേസ് വരുന്നുണ്ടെങ്കിൽ എന്താവും? f of m2 plus m1 minus m2 എന്ന് വരും. അതായത് f of m1 എന്ന് വരും. പക്ഷേ m1 ഓൾറെഡി എഫിൻ്റെ റൂട്ട് ആയതുകൊണ്ട് 0 ആയിപ്പോകും. അതായത് f of m plus n 0 ആവുന്ന കേസ് അവിടെയും വരും, അത് ഈ ഒരു രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആ കേസ് ആകുമ്പം അങ്ങനെ ആകുമ്പോൾ m=m1ൻ്റെ കേസിൽ നമുക്കൊരു ഫോർമൽ സൊല്യൂഷൻ കിട്ടും, m=m2ൻ്റെ കേസിൽ സൊല്യൂഷൻ കിട്ടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ m1 m2 ഒരേ വാല്യൂസ് ആണെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. m1 m2 ഒരേ വാല്യൂസ് ആണെങ്കിൽ ഒരു സൊല്യൂഷൻ കിട്ടും. അതുപോലെ m1 m2 രണ്ട് ഡിസ്റ്റിങ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ഇത് ഈ കേസ് അല്ലാത്ത കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ കോംപ്ലക്സ് വരുന്ന കേസും വരാം, പക്ഷേ അത് നമ്മൾ ഈ ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ആ ഡിസ്കഷൻ നമ്മൾ തൽക്കാലം വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ. ഓക്കെ, അപ്പം ഈ കേസുകൾ, അതായത് m1 = m2 വരുന്ന കേസുകളിലും ഇങ്ങനത്തെ കേസുകളൊക്കെ നമുക്ക് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതല്ലാത്ത കേസുകൾ, ആൻഡ് ദേ ആർ റിയൽ നമ്പേഴ്സ്, m1 m2 ആർ റിയൽ ഡിസ്റ്റിങ് നമ്പേഴ്സ് ആണെങ്കിൽ, സച്ച് എ വേ ദാറ്റ് ദീസ് കണ്ടീഷൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, അങ്ങനത്തെ കേസാണെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ട് സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തപ്പം നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, m1 m2. അത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ നമുക്ക് രണ്ട് സൊല്യൂഷൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് വരും. അപ്പോൾ ഇതിലാകെ പറയാനുള്ളത് ഈ ഒരു എൻഡിൽ പറയാനുള്ള ഈ ഒരു പോർഷനാണ്. അപ്പോൾ നമുക്കിപ്പം m1 m2 രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് y1 = x⁻m n × summation n = 0 to infinity an x⁻n എന്നും കിട്ടി. y2 പറഞ്ഞാൽ x⁻m2 summation n = 0 to infinity an x⁻n എന്നും കിട്ടും. അപ്പോൾ രണ്ട് സൊല്യൂഷൻസ് കിട്ടും. ഓക്കെ, അതായത് ആ കിട്ടുന്ന കേസ് എപ്പോഴാണ് m1 - m2 എന്ന സംഭവം 0 അല്ല, എന്താ പറയുക, ഇറ്റ്സ് എ പോസിറ്റീവ് നമ്പർ, ആ കേസ് വരുന്ന കേസ്. ഓക്കെ, ആ കേസിലാണ് നമുക്ക് ഇങ്ങനെ രണ്ട് സൊല്യൂഷൻസ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോർഷൻ ഒന്നുകൂടി പറയാം. ഇവിടെ നമ്മൾ ആ കോഎഫിഷ്യൻസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മൾ 0നെ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടി. അതിൽ നമ്മളൊരു പെർട്ടിക്കുലർ ടേമിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ ഓഫ് m ആക്കി എടുത്തു. എന്നിട്ട് ഈ ഇക്വേഷൻസിനെല്ലാം നമ്മൾ ആ ഫംഗ്ഷൻ്റെ ടേംസിൽ മാറ്റി എഴുതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞ ഡിസ്കഷൻ എന്താ വെച്ചാൽ എത്ര സൊല്യൂഷൻസ് ഉണ്ടെന്ന ഡിസ്കഷനാണ് പിന്നെ ഉള്ളത്. അപ്പോൾ അവിടെ ഈ നമുക്ക് ബേസിക്കലി നമ്മളെ എയിം എന്ന് പറഞ്ഞാൽ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ f of m = 0 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് m-ൻ്റെ വാല്യൂസ് കിട്ടും. അപ്പോൾ m-ൻ്റെ വാല്യൂസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇപ്പോൾ m-ന് ഇപ്പോൾ രണ്ട് വാല്യൂ കിട്ടും. അപ്പോൾ ആദ്യത്തെ വാല്യൂ m1 വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ a1ൻ്റെയും a2 a3 അങ്ങനെ എല്ലാം എന്തിൻ്റെ ടേംസ് കണ്ടുപിടിക്കും? ഇപ്പോൾ a1 നമ്മൾ a0ൻ്റെ ടേംസ് കണ്ടുപിടിക്കും, a2ന് നമ്മൾ അതുപോലെ a1ൻ്റെ ടേംസ് കിട്ടും, അല്ലെങ്കിൽ a1ൻ്റെ a0ൻ്റെ ടേംസ് കിട്ടും. അങ്ങനെ നമ്മൾ a0 എല്ലാ a's കണ്ടുപിടിച്ചാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഉത്തരം കിട്ടി. ഓക്കെ, അതായത് m=m1 എടുക്കുമ്പോൾ. അതേപോലെ m=m2 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു സെറ്റ് ഓഫ് കോൺസ്റ്റൻസ് കിട്ടും, നിങ്ങൾക്ക് വേറെ സൊല്യൂഷൻ കിട്ടും. പക്ഷേ ഇത് എപ്പോഴാണ് ശരിക്കും ഒരു സൊല്യൂഷനായി പോകുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അതായത് അതിൻ്റെ കേസ് എന്ന് പറയുന്നത് ശരിക്കും അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഈ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് ഒരു ലെവലിൽ പോയാൽ ചിലപ്പോൾ സ്റ്റോപ്പായി പോകാം. അങ്ങനെ സ്റ്റോപ്പായി പോകുന്ന സ്റ്റേജ് പറഞ്ഞാൽ ഈ f of m plus n എന്ന സംഭവം ഒരു സ്റ്റേജിൽ, അല്ലെങ്കിൽ f of m plus k എന്ന സ്റ്റേജിൽ അത് 0 ആയി പോവുകയാണെങ്കിൽ എന്ത് പറ്റും? നമുക്ക് അവിടെ സൊല്യൂഷൻസ് ഫോർമലായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഈ പറഞ്ഞ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസിലാണ് സംഭവിക്കുന്നത് കാണാം. ഇപ്പോൾ ഞാൻ ഇവിടെ താഴെ എഴുതിയല്ലോ, അത് നിങ്ങൾ കണ്ടില്ലേ. ഇപ്പം ഇപ്പോൾ ഇങ്ങനെ എടുക്കുക. സപ്പോസ് m1 = m2 plus n ആണെന്ന് വിചാരിക്കുക. m1 m2 പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ആ ഒരു ഇൻഡിക്കൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് കേട്ടോ. n എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇൻറ്റീജർ, അത്രേ ഉള്ളൂ. നമ്മൾ ആ സമേഷനിലൊക്കെ വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിലെ n. അപ്പം ആ സ്റ്റേജ് എത്തുമ്പോൾ സപ്പോസ് m1 = m2 plus n ആണെങ്കിൽ n എന്ന് പറഞ്ഞാൽ m1 - m2 എന്ന് എഴുതാം. അപ്പോൾ അവിടെ നമ്മൾ കോൺസ്റ്റൻസ് കാണുന്ന സമയത്ത് f of m plus n എന്ന് പറഞ്ഞ സംഭവം എന്തായി മാറും? f of m1 plus
അല്ല എഫ് ഓഫ് എം പ്ലസ് എം വൺ മൈനസ് എം ടു അല്ലേ. ഇനി ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ കേസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എം ഈക്വൽ ടു എം വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ഓഫ് കോൺസ്റ്റൻസ് കാണും. എം ഈക്വൽ ടു എം ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സെറ്റ് ഓഫ് കോൺസ്റ്റൻസ് കാണും. അപ്പോൾ എം ഈക്വൽ ടു എം വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ സംഭവം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സോറി ഇവിടെ എഫ് ഓഫ് ടു എം വൺ മൈനസ് എം ടു ആയിരുന്നു അല്ലേ. എഫ് ഓഫ് ടു എം വൺ മൈനസ് എം ടു കിട്ടുക അല്ലേ. കാരണം ഇത് എൻ എന്ന് പറഞ്ഞാൽ എം വൺ മൈനസ് എം ടു ആയിരുന്നു. എം നമ്മൾ എം വൺ കൊടുത്തപ്പോൾ അത് ടു എം വൺ മൈനസ് എം ടു. ഇത് സീറോ ആവില്ല. ഓക്കെ, ഇത് സീറോ ആവില്ല. പക്ഷേ നമ്മൾ എം ഈക്വൽ ടു എം ടു എടുക്കാമെന്ന് വിചാരിക്കുക. എം ഈക്വൽ ടു എം ടു എടുക്കുമ്പം അത് എഫ് ഓഫ് എം ടു പ്ലസ് എം വൺ മൈനസ് എം ടു ആവും. അപ്പോൾ എഫ് ഓഫ് എം വൺ എന്നായി മാറും. ഈ എം വൺ എം ടു എന്താണ്? ഈ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ റൂട്ട്സ് ആണല്ലോ. അപ്പോൾ എഫ് ഓഫ് എം വൺ സീറോ ആയി പോകും. അതിൻ്റെ മീനിങ് എന്താ? ആ സ്റ്റേജിൽ എഫ് ഓഫ് എം പ്ലസ് എൻ സീറോ ആയി പോകുന്നുണ്ട്. ആ കേസിൽ നമുക്ക് ഇവിടെ ഒരു സൊല്യൂഷൻ കിട്ടുള്ളൂ. എം ഈക്വൽ ടു എം വണ്ണിൻ്റെ കേസിൽ നമുക്കൊരു ഫോർമൽ സൊല്യൂഷൻ കിട്ടും. ഈ കേസ് കിട്ടില്ല. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പം പിന്നെ വരുന്ന കേസ് പറഞ്ഞാൽ രണ്ടും റിയൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഈ കേസ് വല്ലാത്ത കേസാണെങ്കിൽ നമുക്ക് എന്തായാലും രണ്ട് സൊല്യൂഷൻസ് കിട്ടും. ഇതുപോലെ രണ്ട്, നമുക്ക് എല്ലാ എ ഐസും കണ്ടുപിടിക്കാൻ പറ്റും ആ കേസിൽ, ജനറലായിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ആ പവർ സീരീസ് എക്സ്പാൻഷനും കിട്ടും. അതായത് നമുക്ക് ഇൻഡയറക്റ്റ്ലി നമുക്ക് ആ സൊല്യൂഷൻ y1 y2 കിട്ടും. അങ്ങനെയാണിത് നമ്മൾ ഈ തിയറം പറയുന്നത്. ഓക്കെ, പക്ഷേ ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. നമ്മൾ ഈ ഇൻറ്റിഗ്രൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസിന് കോംപ്ലക്സ് നമ്പേഴ്സ് സൊല്യൂഷൻസ് വരാമല്ലോ. ആ കേസ് ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല ഇവിടെ. അതുപോലെ ഈ പ്രൂഫിൽ ഈ പറഞ്ഞ സീരീസുകളുടെ, അതായത് ഈ കിട്ടിയിരിക്കുന്ന സീരീസിൻ്റെ കൺവേർജൻസും ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, അതായത് ഈ സീരീസുകൾ ബേസിക്കലി വിൽ കൺവേർജ് ഫോർ മോഡ് എക്സ് ലെസ് ദാൻ ആർ എന്ന് കൂടി പ്രൂവ് ചെയ്താലേ ഈ തിയറം കംപ്ലീറ്റ് ആവുന്നുള്ളൂ. പക്ഷെ അത് നിങ്ങളെ ബുക്കിൽ അത് ഡിസ്കഷൻ ഇല്ല. ദേ ടെല്ലിങ് ഇറ്റ് ഇസ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് വി ക്യാൻ ഗോ ആൻഡ് റെഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എനിവേ ഇഫ് യു വാണ്ട് യു ക്യാൻ ജസ്റ്റ് റെഫർ ദാറ്റ് ഇൻ അപ്പൻഡിക്സ് എ. ഓക്കെ, അപ്പോൾ അതത്ര എന്തായാലും കൺവേർജ് ചെയ്യും എന്നുള്ള ഉറപ്പാണ് ബൈ ദിസ് തിയറം. Okay, so time being we'll stop for today. Remaining we'll continue in the next class. Okay, thank you.